ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹണി. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് താരൻ മാറാൻ സഹായിക്കുന്ന 2 ടിപ്പുമായിട്ടാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണം, എന്നാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. താരനുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് അസഹ്യമായ ചൊറിച്ചിൽ, കുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അതുപോലെ മുടി കൊഴിച്ചിലിന് കാരണമാവും. കൂടാണ്ട് ചെറിയ ചെറിയ കുരുക്കളൊക്കെ നമ്മുടെ തലയോട്ടിയിലുണ്ടാവും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കാണിക്കുന്നത് കിഴുക്കാർനെല്ലിയാണ്. ഇതാണ് കേട്ടോ കിഴുക്കാർനെല്ലി എന്ന് പറയുന്ന ചെടി. ഇത് നമുക്ക് ചോടോടുകൂടി തന്നെ പറിച്ചെടുക്കണം. ചോടോടുകൂടി പറിച്ചെടുത്തിട്ട് മണ്ണുള്ള ഭാഗമൊക്കെ നന്നായിട്ട് കഴുകിയെടുത്താൽ മതിയാവും. ഇതിൻ്റെ വേര് കൂടി വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. കിഴുകാർനെല്ലി ഇതുപോലെ പറിച്ചെടുത്തിട്ട് ഞാനിത് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. കിഴുകാർനെല്ലിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുള്ള സമയത്ത് ഇത് ഉപയോഗിക്കാം. താരൻ കൊണ്ടുള്ള മുടി കൊഴിച്ചിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള മുടി കൊഴിച്ചിലാണെങ്കിലും അത് മാറാനായിട്ട് കിഴുകാർനെല്ലി വളരെയധികം സഹായിക്കും. ഞാനിപ്പം ഈ മരുന്ന് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങാ നീരിൻ്റെ, അതായത് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങാ നീരാണേ. കുറച്ച് നാരങ്ങാ നീര് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ടാണ് അരച്ചെടുക്കുന്നത്. കല്ലിൽ വെച്ചാണ് അരച്ചെടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു പകുതി നാരങ്ങയുടെ നീര് അരച്ചെടുത്ത് ഇത് പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ രീതിയിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ നമുക്ക് അരയ്ക്കുന്ന സമയത്ത് നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഇത് നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിലും തലയോട്ടിയിലും നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഇത് നമ്മുടെ മുടിയിലും ആദ്യം തലയോട്ടിയിലാണ് തേച്ച് കൊടുക്കേണ്ടത്. നന്നായിട്ട് തേച്ച് കൊടുക്കുക. താരൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തേച്ച് കൊടുക്കുക. അതുപോലെ ഇതൊറ്റ യൂസിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല. നിങ്ങൾ ആഴ്ചയിൽ 2 തവണ വെച്ചിട്ട് 1 മാസം അടുപ്പിച്ച് യൂസ് ചെയ്യണം. അപ്പോഴത്തേന് നിങ്ങളുടെ താരൻ പൂർണ്ണമായിട്ട് മാറിയിരിക്കും. ഇത് 100% റിസൾട്ട് കിട്ടുന്നൊരു ടിപ്പാണ്. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കാവുന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാൻ പറ്റും. ഇത് ഇത്രേ ഉള്ളൂ, ഇതിൻ്റെ ആവശ്യമുള്ളൂ. അതിന് ശേഷം നമ്മളിത് തലയോട്ടിയിലാണ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് താരനൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇതാണ് ആദ്യത്തെ ടിപ്പ്. ഇനി രണ്ടാമത്തെ ടിപ്പ് ഞാൻ കാണിച്ചു തരാം. കറ്റാർവാഴ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കറ്റാർവാഴ മുടി വളരാനും താരൻ മാറാനും ഡ്രൈ സ്കാൽപ്പ് മാറാനും ഒക്കെ വളരെയധികം സഹായിക്കും. നിങ്ങൾക്ക് താരനാണോ ഡ്രൈ സ്കാൽപ്പാണോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇതുപോലത്തെ ടിപ്പുകൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു കറ്റാർവാഴയുടെ പകുതിയാണ്. അതായത് ഒരു ഇലയുടെ പകുതിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ 2 സൈഡിലെ മുള്ള് കളഞ്ഞതിന് ശേഷം കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കുക. ഇങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷവും നന്നായി കഴുകിയെടുക്കുക. മഞ്ഞക്കറ പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. ഇനിയിപ്പം ഇതിലോട്ട് അടുത്തായിട്ട് വേണ്ടത് ചെമ്പരത്തി പൂക്കളാണ്. നിങ്ങൾക്ക് ഏത് ചെമ്പരത്തിയുടെ പൂവ് വേണേലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വേലി ചെമ്പരത്തിയുടെ പൂവാണ് എടുത്തിരിക്കുന്നത്. അതൊരു 5 അല്ലെങ്കിൽ 6 എണ്ണം മതി. അതിന് ശേഷം ഇത് നന്നായി കഴുകിയെടുത്തിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ കറ്റാർവാഴ ജെല്ലില്ല എങ്കിൽ, ഇതുപോലെ നാച്ചുറലായിട്ടുള്ള ഇല്ല എങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്ന ജെല്ല് ഇതുപോലെ നമുക്കിതിന് പകരം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ മുടി വളരാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. ഇതൊരു ഹെയർ മാസ്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പം ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ അരച്ചിട്ട് വരാം കേട്ടോ, എന്നിട്ട് കാണിക്കാം. ഇത് എന്നിട്ട് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ അരിക്കുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അരിച്ചില്ലെന്നോർത്ത് യാതൊരു പ്രശ്നവും ഇല്ല, കാരണം ഇതിൽ തരിയൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇപ്പോൾ ഇത് കുറേശ്ശെയായിട്ട് നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഈ 2 ഹെയർ ടിപ്പുകളും യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിരിക്കണം. ഇതും നിങ്ങൾ 1 മാസം തുടർച്ചയായിട്ട് ഉപയോഗിക്കണം.